Hi, it's me Kalakama Mahal. Welcome to the subject of innovative. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിയർ ആൻഡ് കറേജ് ഈ രണ്ട് പേരുടെയും യുദ്ധങ്ങളെക്കുറിച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ട് പേരുടെയും ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ് എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ വേഴ്സസ് പ്രൊഡക്ടിവിറ്റി. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഈ ഇടയ്ക്ക് തൊട്ടാണ് കേട്ട് വന്നിട്ടുള്ളത്. നമ്മൾ പച്ചയ്ക്ക് മലയാളികൾ പറയും നാളെ നീളെ എന്ന്. ഈ സാധനമാണ് ആക്ച്വലി പ്രൊക്രാസ്റ്റിനേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പോവുക റെഗുലറായിട്ട്. ഇതും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ ഭയങ്കര യുദ്ധമാണ്. കുറേ നാൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ. എന്ത് കാര്യവും പിന്നീടാകട്ടെ, ടൈമാകട്ടെ, നാളെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, ഇങ്ങനെ പറഞ്ഞ് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ എപ്പോഴും പറയും, എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് വേറെ ആരെങ്കിലും എക്സാമ്പിൾ കാണിക്കുന്നതിനേക്കാളും നല്ലതാണെന്നുണ്ടെങ്കിലും മോശമാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്നെ തന്നെ എക്സാമ്പിൾ കാണിക്കാനാണ് ഇഷ്ടം. സോ എനിക്ക് ഓപ്പണായിട്ട് പറയുന്നതിലും മടിയൊന്നുമില്ല. എനിക്കിതൊരു പ്രശ്നമായിരുന്നു. പക്ഷേ എപ്പോഴാണ് ഞാൻ അക്കാര്യം തിരിച്ചറിഞ്ഞത്, ആ തിരിച്ചറിഞ്ഞ ടൈം തൊട്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണാൻ തുടങ്ങി. അപ്പോൾ ഒരിക്കലും പ്രൊഡക്ടിവിറ്റിക്കകത്ത് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവത്തില്ല. പ്രൊഡക്ടിവിറ്റിക്കകത്ത് നാളെ നീളെ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവത്തില്ല. ഇത് രണ്ടും തമ്മിൽ നമ്മളറിയാണ്ട് യുദ്ധം നടക്കും. കാര്യം നമ്മുടെ ചില സാഹചര്യങ്ങളും നമ്മുടെ ചില ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയും പോട്ടെ, ഇന്നത്തേക്ക് ഇത് മതി, ബാക്കി നാളത്തേക്ക്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ചേർന്ന് പോകത്തില്ല. നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ആണോ നിങ്ങൾക്ക് വളരെ ആവശ്യമെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊക്രാസ്റ്റിനേഷൻ ഉണ്ടാവാൻ പാടില്ല. പ്രൊക്രാസ്റ്റിനേഷൻ എപ്പോഴും പ്രൊഡക്ടിവിറ്റിക്ക് എതിരാണ്. അപ്പോൾ നമുക്കിനി പ്രൊക്രാസ്റ്റിനേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി, അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും ആഫ്റ്റർ എഫക്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇവരെ കൊണ്ട് നമുക്കുണ്ടാവുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കണ്ടേ. ഈ പ്രൊക്രാസ്റ്റിനേഷൻ ക്യാരക്ടറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല. ഒട്ടും. കാര്യം ഇന്ന് ചെയ്യുന്നില്ല. കാര്യം ഇന്ന് കിടക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എണീക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയാകുമ്പോൾ രാത്രി ചെയ്യാം, നൈറ്റ് ആകുമ്പോൾ നാളെ രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യണം. ഇതൊക്കെ ആയിരിക്കും ചിന്ത. പക്ഷെ ഒന്നും നടക്കത്തില്ല. സോ ഇതിങ്ങനെ കുറേ നാൾ പോകുമ്പോൾ അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. പക്ഷെ പ്രൊഡക്ടിവിറ്റി നേച്ചറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സിമ്പിളായിട്ടുള്ള കാര്യത്തിനകത്ത് പോലും അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പ്രൊക്രാസ്റ്റിനേഷൻ നേച്ചറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ടൈമിന് ഒരു വാല്യൂവും കാണത്തില്ല. ടൈം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ജീവനെ പോലെ തന്നെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈക്വലായിട്ട് കൊടുക്കുന്ന കാര്യമാണ്. ഒരു ദിവസം 24 hours. പക്ഷേ ഈ 24 hours ഈ നാളെ നീളെ എന്നൊരു നേച്ചറുള്ള ഒരു വ്യക്തി കൊണ്ടുപോകുന്നത് എപ്പോഴും നഷ്ടത്തിലേക്കായിരിക്കും. കാര്യം തൊട്ട് മുൻപിലത്തെ ടൈം തനിക്ക് എന്തു തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവ് നോ ഐഡിയ. പക്ഷേ പ്രൊഡക്ടിവിറ്റി നേച്ചറായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഓരോ സെക്കൻഡിനകത്തും അയാൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ടൈമിനൊരു വാല്യൂ കൊടുക്കും. ആ ടൈമിനകത്ത് അയാൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പം അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സക്സസ്സിലേക്കായിരിക്കും, ചിലപ്പോൾ അത് തോറ്റു പോകുമായിരിക്കും, പൊട്ടുപോകുമായിരിക്കും. പക്ഷേ എങ്കിലും വിഷയമില്ല. പ്രൊഡക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക്, ആ ഒരു നേച്ചറുള്ള ഒരാൾ എപ്പോഴും പുതിയ കാര്യങ്ങളെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. യുദ്ധത്തിലെ പ്രൊക്രാസ്റ്റിനേഷൻ നേച്ചറുള്ള ആളുടെ ഏറ്റവും വലിയൊരു അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് മടിയായിരിക്കും. മടി അലസത, അത് അവർക്കതൊരു അലങ്കാരമായിരിക്കും. പക്ഷെ പ്രൊഡക്ടിവിറ്റിയുടെ ഏരിയയിൽ വരുന്ന ആൾക്കെന്ന് പറഞ്ഞാൽ ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യത്തില്ല. എപ്പോഴും പോസിറ്റീവായിട്ട് ഒറ്റ മടിയില്ലാണ്ട് ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അപ്പം എപ്പോഴും എനർജറ്റിക് ആയിട്ട് ഇരുന്നാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും ആക്റ്റീവായിരിക്കും. അതായത് പോസിറ്റീവ്ലി ആക്റ്റീവായിരിക്കും. നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവ്ലി ആക്റ്റീവായിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ട്രബിൾ എപ്പോഴെങ്കിലും നമ്മുടെ മൈൻഡിനകത്ത് നെഗറ്റീവായിട്ട് വന്ന് അടിച്ചിരുന്നാലും എത്രയേറെ ടൈം നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നോ അത്രയേറെ അതിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു നെഗറ്റീവ് തോട്ടിനെ കയറി അങ്ങ് ഭരിക്കാൻ തുടങ്ങും. സോ ഇത് കുറച്ച് ഡെപ്തായിട്ടുള്ള വിഷയമാണ്. നമുക്കത് പിന്നീട് നമുക്ക് സംസാരിക്കാം.
പിന്നെ പ്രോക്രാസ്റ്റിനേഷൻ നേച്ചറുള്ള ഒരാളുടെ ഏറ്റവും വലിയ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് അയാൾ എപ്പോഴും സീറോ മൈൻഡഡ് ആയിരിക്കും. എപ്പോഴും സീറോ മൈൻഡഡ് ആയിരിക്കും. അയാൾക്ക് തന്നെ അറിയത്തില്ല ഞാൻ എന്തിനാ ഇവിടെ എന്നുള്ള ഒരു മൂഡിലായിരിക്കും അയാൾ എപ്പോഴും ഇരിക്കുന്നത്. കാര്യം ഒന്നുമില്ലാന്നേ, നാളെ നീട്ടി വെച്ചിട്ട് അയാൾക്ക് പിന്നെ ചിന്തിക്കാനില്ല, പ്രവർത്തിക്കാനായിട്ടില്ല. അയാളുടെ എല്ലാ ഡേയ്സും കംപ്ലീറ്റ്ലി എംപ്റ്റി ആയിട്ടിരിക്കുവാണ്. പക്ഷേ നേരെ പ്രൊഡക്ടിവിറ്റി നേച്ചറുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മൈൻഡ് എപ്പോഴും ഒരു മിനിമം ഒരു 10 ഐഡിയാസ് എപ്പോഴും അയാളുടെ മൈൻഡിലുണ്ടായിരിക്കും. എപ്പോഴും ഒരു മിനിമം 10 ഐഡിയാസ് എപ്പോഴും അയാളുടെ ബ്രെയിനിൽ ഇങ്ങനെ വന്നെടുത്ത് തുള്ളി കളിച്ചുകൊണ്ടിരിക്കും. സോ ഇതാണ് വ്യത്യാസം. പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ നേച്ചറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ടെമ്പർ കൂടും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യമായിരിക്കും. ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. കാര്യം എന്താ, ഒന്നുമില്ലപ്പാ ചെയ്യാനായിട്ട്. ആ കൂടെ അറിയാമെന്നുള്ളത് ദേഷ്യപ്പെടുക, ഡിപ്രഷൻ വരിക, സ്വന്തമായിട്ട്. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര രസമായിരിക്കും, നാളെ നീട്ടി. പക്ഷേ നമ്മുടെ ടൈം പോയി ലാസ്റ്റ് നമ്മുടെ എനർജി, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ലൈഫ് ഇതിനെയൊക്കെ ഇങ്ങനെ വലിച്ചു ചോർത്തിക്കൊണ്ട് പോകുന്ന കാര്യം നമ്മൾ അറിയത്തില്ല. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ടെമ്പർ കൂടും, നമുക്ക് ഈഗോ കൂടും. വേറെ ആരെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിടിക്കത്തില്ല. അയാൾ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, എനിക്കും ചെയ്യാൻ പറ്റുമല്ലോ, പിന്നെ ദെൻ വൈ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ആവശ്യമില്ലാണ്ട് കാര്യങ്ങളും പ്രഷറും ഒക്കെ നമ്മുടെ ബ്രെയിനകത്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, അവരോടും എതിർക്കാൻ തുടങ്ങും. ഫൈനലി നമുക്കും എതിരായി മാറും. പിന്നെ എപ്പോഴും നമ്മളെ തന്നെ കുറ്റം വിധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പ്രൊഡക്ടിവിറ്റി നേച്ചറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കും. അയാൾ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, സൊസൈറ്റിക്കകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ, അത് കോൺഫിഡൻ്റ് ആയിരിക്കുമെന്ന് പറയുമ്പോൾ അയാൾക്കറിയാമെന്നുള്ള വിഷയത്തിനകത്തല്ല, അയാൾക്കകത്തൊരു ജെനുവിനിറ്റി ഉണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഒരു അറിവുള്ളവരായിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമുക്കതൊരു ജെനുവിനിറ്റി ഉണ്ട്. ഇപ്പം ഞാൻ ഒരു സത്യം പറയുമ്പോൾ ആ സത്യത്തെ പറയാനായിട്ടുള്ള ക്വാളിറ്റി, ആ ജെനുവിനിറ്റി എൻ്റെ അകത്തുണ്ടോ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രൊഡക്ടിവിറ്റി നേച്ചറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ, സൊസൈറ്റിയിൽ ഇറങ്ങി നിൽക്കാൻ, വെറുതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തലയ്ക്കകത്തെടുത്ത് വെച്ച് വല്ലാണ്ട് ഒറിയിടാവാൻ ഇതിനൊന്നിനും അയാളെ കിട്ടത്തില്ല. സോ പ്രൊക്രാസ്റ്റിനേഷനും പ്രൊഡക്ടിവിറ്റിയും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധം നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഓൺലി യു ക്യാൻ improve yourself, you can change yourself. So procrastination ആണോ പ്രൊഡക്ടിവിറ്റി ആണോ എന്നത് നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ അടുത്ത യുദ്ധത്തിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന 2 പേരുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് വേറെ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. സോ stay tuned for my next video. Signing off, Kala Kamal Mahal. Allah Hafiz.